ദൈവത്തിന് മുഖപക്ഷമില്ല. അത് ഏത് ജാതിയിൽപ്പെട്ടവൻ അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസിൻ്റെ ഒരു 8 ഗുണങ്ങൾ നമ്മളിവിടെ എടുത്തു പറഞ്ഞു. ആമേൻ, സ്തോത്രം. വേറെയും ഗുണങ്ങളുണ്ട് കൊർന്നല്യോസിന്. നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കൊർന്നല്യോസിന് ഉണ്ട്. എന്നാൽ കൊർന്നല്യോസിനെ ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള വലിയ പദ്ധതിയുടെ തുടക്കക്കാരനാക്കിയത് ഈ എഴുതപ്പെട്ട ഞാനിവിടെ പറഞ്ഞ 8-10 ഗുണങ്ങൾ കൊണ്ടല്ല. പിന്നെയോ കൊർന്നല്യോസിൻ്റെ ഹൃദയം ദൈവം കണ്ടു. ആമേൻ, സ്തോത്രം. 2-ാമത്തെ വാക്യം വായിക്കാം. 2-ാമത്തെ വാക്യം, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനെ ജനങ്ങൾക്ക് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുന്നവന് ദൈവം ദർശനം കൊടുക്കുമെന്ന് പറഞ്ഞു. കൊർന്നല്യോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരുന്നു. അപ്പോൾ കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? സ്തോത്രം. യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഒക്കെ യഹൂദന്മാരുടെ ഇടയിൽ നടന്ന ആ വലിയ മാറ്റം, അവരുടെ ഇടയിൽ നടന്ന അത്ഭുതം, അവരുടെ ഇടയിൽ നടന്ന രക്ഷ എനിക്കും പ്രാപിക്കണം. കൊർന്നല്യോസിൻ്റെ ചിന്ത അത് മാത്രമായിരുന്നു. കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനാ വിഷയം അത് മാത്രമായിരുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിച്ച ഏക വിഷയം അദ്ദേഹത്തിൻ്റെ ആ ജോലി കയറ്റത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമല്ല, സമ്പത്തുണ്ടാകണമെന്നല്ല. ആമേൻ. കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് വചനത്തിൻ്റെ അത്ഭുതം പ്രാപിക്കണം. എനിക്ക് വചനത്തിൻ്റെ ആ വിടുതൽ എനിക്ക് പ്രാപിക്കണം. വചനം തരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം, എനിക്ക് ലഭിക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. ആമേൻ. മനുഷ്യ ദൃഷ്ടിയിൽ ശതാധിപൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മതി അവിടെ നോ പറയാൻ. സ്തോത്രം. അതേ, ആ പരിമിതി മാറ്റി നിർത്തുമ്പോൾ ദൈവം കൊർന്നല്യോസിൽ കണ്ടത് കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനയായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ശീലം. കൊർന്നല്യോസിൻ്റെ ഗുണങ്ങൾ, ധർമ്മം കൊടുക്കുന്നവൻ, ആ ഭക്തൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു, നീതിമാൻ, സാക്ഷ്യമുള്ളവരെന്നൊക്കെ കണ്ടു. ദൈവത്തിന് അതൊന്നും വേണ്ട. ദൈവത്തിൻ്റെ മുമ്പിൽ ഉയരുന്ന പ്രാർത്ഥന മാത്രം മതി ദൈവത്തിന്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഉള്ളിൽ നിന്നും ആമേൻ, സ്തോത്രം, ഉയരുന്ന പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ആത്മാവിൻ്റെ നേരായ അഭിലാഷമാണ് പ്രാർത്ഥന. ഉച്ചരിച്ചാലും ഇല്ലെങ്കിലും, ആമേൻ, നമ്മൾ ഔപചാരികമായിട്ട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും നിരന്തരം ഉയരുന്ന ആമേൻ, സ്തോത്രം, നിരന്തരം ഉയരുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയാൽ ദൈവം കേൾക്കും. നാം എന്താണ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയം ദൈവം നമുക്ക് സാധിച്ചു തരും. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കൂ. നിങ്ങൾ എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേറെ ഗുണങ്ങളൊന്നും ദൈവം നോക്കില്ല. മുഖമോ സൗന്ദര്യമോ അതേ കളറോ ഒന്നും നോക്കുകയില്ല. മനുഷ്യൻ യോഗ്യത നോക്കുമ്പോൾ യോഗ്യതയില്ലാത്തവനെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ആമേൻ, സ്തോത്രം. മാനദണ്ഡങ്ങളും യോഗ്യതകളും നോക്കി ഓരോ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ നടത്തുമ്പോൾ യോഗ്യതയില്ലാത്തവനെ ഇതാ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ ചേർത്ത് പിടിക്കുന്നവൻ നമ്മുടെ ഉള്ളു കാണും. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ആമേൻ, സ്തോത്രം, അതാണ് കൊർന്നല്യോസിൽ ദൈവം കണ്ടത്, അല്ലാതെ വേറെ ഒരു ഗുണവുമല്ല. ആമേൻ, സ്തോത്രം. വചനം വരുത്തുന്ന അത്ഭുതം, ആമേൻ, സ്തോത്രം, വചനം വരുത്തുന്ന ആ വലിയ മാറ്റങ്ങൾ അവിടെ കൊർന്നല്യോസ് ആ ഭവനത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് നാം കാണുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അവരെ ജീവനും ചൈതന്യമുള്ള വചനം, ഉൾനട്ട വചനം. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. അവരെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, മാറ്റമില്ലാത്ത വചനം, മാറ്റങ്ങൾ വരുത്തുന്ന വചനം. ആ വചനത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ, സ്തോത്രം. നമ്മുടെ കൺവെൻഷൻ്റെ 5 ദിനങ്ങളിലും ദൈവത്തിൻ്റെ വചനം അവൻ ഉയർന്നു കേൾക്കണം. യേശുവിനെ ഉയർത്തണം, കർത്താവിനെ ഉയർത്തണം. നമ്മുടെ 5 ദിവസങ്ങളും ഇവിടെ അനുഗ്രഹത്തിൻ്റെ 5 ദിവസങ്ങളായിരിക്കും. ആമേൻ, സ്തോത്രം. ദൈവവചനം ഇവിടെ വ്യാപിക്കണം. ആമേൻ, സ്തോത്രം. ദൈവവചനം വരുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസിനെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ്റെ ഹൃദയം കണ്ടുകൊണ്ടാണ്. നമ്മുടെ ഹൃദയവും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയാൽ, ആമേൻ, സ്തോത്രം, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ വിഷയം ദൈവസന്നിധിയിൽ വരുമ്പോൾ
അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ഫലമുള്ളതായിത്തീരും. നാം വായിച്ച വാക്യം അതാണ്. ആ തെരഞ്ഞെടുപ്പും ഫലം കായ്ക്കുന്നതാണ്. നമ്മൾ ഫലം കായ്ച്ച് നിലനിർത്തണം. കൊർന്നല്യോസ് അതേ ഫലം, ആ ജീവിതത്തിൽ ഫലം കായ്ച്ചു. ആ ഫലം നിലനിർത്തി ഞാനും നിങ്ങളും ഇന്ന് ഈ സുവിശേഷത്തിലായിരിക്കുന്നത്, ഇവിടെ ആയിരിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നതിന് കാരണം ആ തുടക്കം അവിടെയാണ്. ആമേൻ, സ്തോത്രം. ആ തുടക്കം അതേ നമ്മളെ അങ്ങ് നിത്യത വരെ എത്തിക്കാൻ പ്രാപ്തനാണ്. ആമേൻ, സ്തോത്രം. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, വചനം ധ്യാനിച്ചുകൊണ്ട്. ആമേൻ, സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. അവസരം തന്ന ദൈവദാസനോടും സഭയോടും സെൻട്രൽ കമ്മിറ്റിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം.